ഇനി നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം ചെയ്ത് നോക്കാം. പൈച്ചാമിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെയിമും ഏജും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഡെഫ് സ്പേസ് മെയിൻ പാരാന്തസിസ് കോളൻ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ്. അതിൻ്റെ താഴെയായിട്ട് നെയിം ഇസ് ഈക്വൽ ടു വെൽക്കം ടു കോഡ് ക്ലബ് എന്ന് കൊടുക്കാം. നിങ്ങൾ നെയിം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നെയിമിനും ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്പേസ് വന്നു. ഈ സ്പേസിനെയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. കോഡ് ബ്ലോക്കിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1 സ്പേസ് ടാബ് അല്ലെങ്കിൽ 4 സ്പേസസിനെയാണ് ഒരു ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. 3 സ്പേസസ് ഇട്ടാലും 2 സ്പേസസ് ഇട്ടാലും നമുക്കത് റൺ ചെയ്യാനും റിസൾട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്നത് PEP 8 സ്റ്റാൻഡേർഡാണ്, പൈത്തൺ എൻഹാൻസ്മെൻറ്റ് പ്രപ്പോസൽ. ഇതനുസരിച്ചായതുകൊണ്ട് തന്നെ നമ്മൾ 4 സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെയിം ഇസ് ഈക്വൽ ടു വെൽക്കം ടു കോഡ് ക്ലബ് എന്ന് കൊടുത്തു. വെൽക്കം ടു കോഡ് ക്ലബ് എന്നുള്ളത് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. അതിൻ്റെ താഴെ ഏജ് ഇസ് ഈക്വൽ ടു 45 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ നമുക്ക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നെയിം എന്ന് കൊടുക്കാം. അതിൻ്റെ താഴെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഏജ് എന്നും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് കോൾ ചെയ്യാനായിട്ട് അതിൻ്റെ സിൻടാക്സ് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ മെയിൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ, മെയിൻ എന്ന് പറയുന്നത് നെയിമും അതുപോലെ പാരാന്തസിസും കൊടുത്തു നമ്മൾ. ഓക്കെ, നാം നേരത്തെ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നത് PEP 8 സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നേരിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇഫ് ഡബിൾ അണ്ടർസ്കോർ നെയിം ഡബിൾ അണ്ടർസ്കോർ സ്പേസ് ഈക്വൽ ടു സ്പേസ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഡബിൾ അണ്ടർസ്കോർ മെയിൻ ഡബിൾ അണ്ടർസ്കോർ കോളൻ. ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡബിൾ അണ്ടർസ്കോർ നെയിം ഡബിൾ അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ വേരിയബിൾ ആണ്. നെയിമിൻ്റെ വാല്യൂ ഡബിൾ അണ്ടർസ്കോർ മെയിൻ ഡബിൾ അണ്ടർസ്കോർ എന്ന് കൊടുക്കുമ്പോൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഈ പ്രോഗ്രാം ഡയറക്റ്റായിട്ട് റൺ ചെയ്യുന്നു. ഡബിൾ അണ്ടർസ്കോർ മെയിൻ ഡബിൾ അണ്ടർസ്കോർ എന്ന് പകരം പ്രോഗ്രാമിന് കൊടുത്താൽ ഇതൊരു മൊഡ്യൂളായി വേറെ പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ മെയിൻ ഫംഗ്ഷന് താഴെയായിട്ട് ഒരു ചെറിയ റെഡ് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡിനോട്ട് ചെയ്യുന്നത് എററാണ്. സോ മെയിൻ ഫംഗ്ഷന് മുൻപായിട്ട് ഒരു ഇൻഡൻറ്റേഷൻ ഇടുക. ഇൻഡൻറ്റേഷൻ ഇട്ട് കഴിയുമ്പോൾ നോക്കിയേ ആ എറർ പോയി. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണെന്ന് നോക്കിയേ. നമുക്ക് റിസൾട്ട് കിട്ടുന്നു വെൽക്കം ടു കോഡ് ക്ലബ് ആൻഡ് 45. നമുക്ക് 2 റിസൾട്ടും കിട്ടി. ഓക്കെ, ഈ റിസൾട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേരിയബിളിൻ്റെ മുൻപായിട്ട് സ്ട്രിങ്ങിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അതെങ്ങനെ കൊടുക്കുന്നത് നോക്കിയേ. പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നെയിം ഈസ് കോളൻ കോമ നെയിം എന്ന് കൊടുക്കുന്നു. നെയിം ഈസ് എന്നുള്ളതൊരു സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ അത് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുന്നു. ഇനി അതിൻ്റെ താഴെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഏജ് ഈസ് എന്ന് കൊടുത്തിട്ട് കോളൻ കോമ ഏജ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ഏജ് ഈസും ഒരു സ്ട്രിങ് ആയതുകൊണ്ട് അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റിസൾട്ട് എന്താ കിട്ടുന്നത് നോക്കിയേ. നെയിം ഈസ് വെൽക്കം ടു കോഡ് ക്ലബ് എന്നും ഏജ് ഈസ് 45 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെ റൺ ചെയ്യാമെന്ന് നോക്കാം. 4 ടൈപ്പിലാണ് നമുക്കിത് റൺ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത മെത്തേഡാണ്. റൺ ബട്ടൺ യൂസ് ചെയ്ത് റൺ ചെയ്യുക. ഓക്കെ, അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തത് നമുക്ക് ക്ലിയർ ചെയ്യാം. നോക്കിയേ, മുകളിലൊരു റൺ ബട്ടൺ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പ്രിൻറ്റ് message.py എന്ന് കാണാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫയലാണത്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് അപ്പിയർ ചെയ്യുന്നു. അതിൽ റൺ പ്രിൻറ്റ് മെസ്സേജ് എന്ന് കാണാൻ പറ്റും. അവിടെ പ്രിൻറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഫയലാണ്. അത് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമതായി പൈത്തൺ ടെർമിനലിൽ റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. അവിടെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ യൂസ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് പൈത്തൺ 3 എന്ന് കൊടുക്കാം. സ്പേസ് പ്രോഗ്രാം നെയിം കൊടുക്കാം
അതിനായിട്ട് print_message.py എന്ന് കൊടുക്കാം. ഇനി എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അവൈലബിളായ ഏതെങ്കിലും ഒരു ടെർമിനൽ യൂസ് ചെയ്ത് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പാത്ത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിളായ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ python3 എന്ന കമാൻഡ് സ്പേസ്, അതിനുശേഷം നമ്മുടെ കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുന്നു.